ശബരിമല കേസ് പരിഗണിക്കുന്നത് മാറ്റിവെച്ചതിൽ ആശങ്കയില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അഭിപ്രായം. ദേവസ്വം ബോർഡ് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ഭക്തരുടെ താൽപര്യം സംരക്ഷിക്കാൻ ബോർഡ് ബാധ്യസ്ഥമാണെന്നും പത്മകുമാർ പറഞ്ഞു. അവരെപ്പോഴാണ് പരിഗണിക്കുന്നതെന്ന് വെച്ചാൽ പരിഗണിക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത് പോലെ വരട്ടെ. വരുമ്പോൾ അതുപോലെ നമ്മൾ നോക്കും. എല്ലാ ഭക്തന്മാരുടെയും കൂടെ കുത്തക ആരും ഏറ്റെടുക്കണ്ട. എല്ലാ ഭക്തന്മാരുടെയും കുത്തക ഞങ്ങൾക്കാണ്, ഞങ്ങളാണ് ഭക്തർ എന്ന് പറഞ്ഞിട്ട് ആരും തയ്യാറാവണ്ട. ഭക്തരുടെ താല്പര്യം സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡ് ബാധ്യസ്ഥമാണ്. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡ് ബാധ്യസ്ഥമാണ്. ആചാരാനുഷ്ഠാനങ്ങളിൽ ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റെന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ ഗൗരവത്തോടുകൂടി ദേവസ്വം ബോർഡ് പരിശോധിക്കണം. തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വരുമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. നടത്തിയിട്ടുള്ളൊരു ക്യാമ്പയിൻ്റെ ഭാഗമാണ്. മറ്റൊരു പുതിയ വിവരത്തിലേക്ക്. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ സുരേന്ദ്രന് അനുമതിയില്ല. മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ശബരിമലയിൽ പോകാൻ അനുമതി തേടിയാണ് സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചത്. CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, ഈ മകരവിളക്ക് ദർശനത്തിനായിട്ടായിരുന്നില്ലേ യഥാർത്ഥത്തിൽ സുരേന്ദ്രൻ ജാമ്യഹർജിയിൽ ഇളവ് തേടിയത്? തീർച്ചയായും മകരവിളക്ക് ദർശനത്തിന് വേണ്ടി തന്റെ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ടാണ് BJP നേതാവ് സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ആ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ അനുമതിയില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കീഴ്ക്കോടതിയെ സമീപിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്. സുരേന്ദ്രൻ ഇന്നും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനമുണ്ടായി. കഴിഞ്ഞ ദിവസവും ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് സുരേന്ദ്രനെ വിമർശിച്ചിരുന്നു. സുരേന്ദ്രൻ ഇപ്പോൾ എന്തിനാണ് ശബരിമലയിൽ പോകുന്നത് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. സുരേന്ദ്രന്റെ അഭിഭാഷകൻ നൽകിയ മറുപടി, കൊലക്കേസ് പ്രതികൾ വരെ ശബരിമലയിൽ പോകുന്നുണ്ട് എന്നാണ് സുരേന്ദ്രന്റെ അഭിഭാഷകൻ ഇതിന് മറുപടി നൽകിയത്. അപ്പോൾ കോടതി അവർ പൊക്കോട്ടെ, സുരേന്ദ്രൻ പോകേണ്ട എന്ന നിലപാടാണ് കോടതി തീരുമാനിച്ചത്. സുരേന്ദ്രൻ പോകുന്നത് സംഘർഷം ഉണ്ടാക്കാനല്ലേ എന്നും കോടതി വാക്കാൽ പരാമർശിച്ചു. ഏതായാലും ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ട കെ സുരേന്ദ്രന്റെ ഹർജി ഹൈക്കോടതി തള്ളി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വേണമെങ്കിൽ കീഴ്ക്കോടതിയെ സമീപിക്കാവുന്നതാണ്. ഈ ഘട്ടത്തിൽ എന്തിന് ശബരിമലയിൽ പോകുന്നു എന്നതുപോലെയുള്ള ചോദ്യങ്ങളും ഉണ്ടായെന്നാണ് CN പ്രകാശ് ഇപ്പോൾ നൽകിയത്.